ഒരാദിവാസി ഗ്രാമത്തലവൻ്റെ മകന് വിശുദ്ധനായി മാറാൻ കഴിയുമോ? തീർച്ചയായും സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട പീറ്റർ തൊറോട്ടിൻ്റെ ജീവിതം. 1912 പപ്പുവ ന്യൂഗിനിയിലെ ഈസ്റ്റ് ന്യൂ ബ്രിട്ടൻ പ്രൊവിൻസിൽ റഗൂണൈ ഗ്രാമത്തിലാണ് പീറ്ററിൻ്റെ ജനനം. ഗ്രാമത്തലവനും ആ പ്രദേശത്തെ ആദ്യ കത്തോലിക്കരിൽപ്പെട്ടവനുമായ ആഞ്ചലോ തൊപ്പുയയും മരിയയുമായിരുന്നു മാതാപിതാക്കൾ. പീറ്ററിൻ്റെ നല്ല സ്വഭാവങ്ങളും വ്യക്തിത്വ സവിശേഷതകളും കണ്ട് ഗ്രാമത്തലവനായ പിതാവ് മകനെ 7ാമത്തെ വയസ്സിൽ പ്രാദേശിക സ്കൂളിൽ ചേർത്തു. പഠനത്തിലും അതോടൊപ്പം ആത്മീയ കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിച്ചിരുന്ന പീറ്ററിന് ചെറുപ്പം മുതൽ പ്രഭാത സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായിരുന്നു. ദിവസേന വിശുദ്ധ കുർബാനയിലും സംബന്ധിച്ചിരുന്നു. പീറ്ററിന് 18 വയസ്സുള്ളപ്പോൾ വികാരിയായ ഫാദർ ലൗഫർ MSc സഭയുടെ കാറ്റക്കിസ്റ്റ് സ്കൂളിൽ ചേർത്തു. സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമായിരുന്നു എപ്പോഴും അവൻ സംസാരിച്ചിരുന്നത്. 1936 പീറ്റർ പൗളയെ വിവാഹം കഴിച്ചു. ഒരു മാതൃകാ ഭർത്താവായ പീറ്റർ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. ഇവർക്ക് 3 മക്കളുണ്ടായി. 1942 ഈസ്റ്റ് ന്യൂ ബ്രിട്ടനിൽ നടന്ന ജാപ്പനീസ് അധിനിവേശം പീറ്റർ തൊറോട്ടിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. ജപ്പാൻ സൈന്യം അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ ജയിൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഫാദർ ലൗഫർ പള്ളിയിലെ എല്ലാ ചുമതലകളും പീറ്ററെ ഏൽപ്പിച്ചു. പീറ്റർ ആവട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് അച്ഛൻ പറഞ്ഞ ജോലി ഏറ്റെടുത്തു. അവൻ മതപഠനം, രോഗീ സന്ദർശനം, മരണത്തിന് ആളുകളെ ഒരുക്കൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും ദൈവാനുഭവ ക്ലാസുകൾ ഇവയിൽ വ്യാപൃതനായി. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. തടവിലാക്കപ്പെട്ട മിഷണറിമാർക്കും യുദ്ധത്തടവുകാർക്കും ഭക്ഷണം കൊടുത്തു. ക്രിസ്ത്യൻ വിശ്വാസത്തോടുള്ള ജപ്പാൻ്റെ കടുത്ത നിലപാട് ഏറ്റുമുട്ടലിലേക്ക് മാറിയ നേരം പീറ്റർ തൊറോട്ട് ജനങ്ങളോട് പറഞ്ഞു, ജപ്പാൻകാർക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും അവൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതും തടയാൻ കഴിയില്ല. നാം ശക്തരായിരിക്കണം. അങ്ങനെ അവൻ ജനങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചു കൂട്ടുകയും ചെയ്തു. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ ജപ്പാൻകാർ തടവിലാക്കുകയും വധിക്കുകയും ചെയ്തു പോന്നു. എന്നിട്ടും ബിഷപ്പിൻ്റെ പ്രത്യേക അനുമതിയോടെ തൊറോട്ട് രോഗികൾക്കും മരണാസന്നർക്കും വിശുദ്ധ കുർബാന കൊടുത്തിരുന്നു. ജാപ്പനീസ് അധികൃതർ തൊറോട്ടിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തിയിരുന്ന ഗുഹകളിൽ അവർ തിരച്ചിൽ നടത്തി. അദ്ദേഹത്തിൻ്റെ വീടും പരിശോധിച്ചു. തൊറോട്ടിൻ്റെ പുസ്തകങ്ങൾ കണ്ടുകെട്ടി. ഒരു ബൈബിൾ, മതബോധന ഗ്രന്ഥം, പാട്ടുപുസ്തകം, ചില നോട്ട്ബുക്കുകൾ, 2 കുരിശ് ഇവയെല്ലാം പിടിച്ചെടുത്തു. തൊറോട്ടിൻ്റെ തലയിലും നെഞ്ചിലും അവർ മർദ്ദിച്ചു. ജയിലിൽ സന്ദർശിച്ച സുഹൃത്തിനോട് പീറ്റർ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ഞാൻ കൊല്ലപ്പെടും. മോചനത്തിനുള്ള സമയമെടുത്തപ്പോൾ ഒരു ദിവസം തടവറയിലെ മറ്റ് തടവുകാരെ മുഴുവനും അവിടെ നിന്നും മാറ്റിയ ശേഷം രാത്രിയിൽ ഒരു സൈനിക ഡോക്ടറുടെ സഹായത്തോടെ ജാപ്പനീസ് മിലിറ്ററി പോലീസിലെ 2 ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാരകമായ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. അന്ന് പീറ്ററിന് 33 വയസ്സേ ഉള്ളൂ. പിറ്റേ ദിവസം മറ്റ് തടവുകാർ വന്നപ്പോൾ പീറ്റർ രോഗത്താൽ മരിച്ചു എന്നവർ പറഞ്ഞു. എന്നാൽ മൃതശരീരം കുളിപ്പിക്കാനെടുത്തപ്പോൾ മർദ്ദനത്തിൻ്റെയും കുത്തിവെച്ചതിൻ്റെയും പാടുകൾ കണ്ടിരുന്നു. റഗുണയിലെ ജനങ്ങൾ അദ്ദേഹത്തെ മിഷൻ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ജാപ്പനീസ് പോലീസിൻ്റെ സാന്നിധ്യം വകവയ്ക്കാതെ ദൈവത്തിൻ്റെ വിനീതദാസൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത വലിയ ജനക്കൂട്ടം പീറ്ററിനെ രക്തസാക്ഷിയായി അപ്പോൾ തന്നെ കണക്കാക്കിയിരുന്നു. 1993 ഏപ്രിൽ 2 ജോൺ പോൾ 2 പാപ്പ ഇൻ ഓഡിയം ഫിഡെ എന്ന പേരിൽ കൊല്ലപ്പെട്ട പീറ്റർ തൊറോട്ടിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. 1995 ജനുവരി 17 പാപ്പുവ ന്യൂഗിനിയയുടെ തലസ്ഥാനമായ പോർട്ട് മോഷ്ബിയിൽ വെച്ച് ജോൺ പോൾ 2 പാപ്പ പീറ്ററിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച് അൾത്താര വണക്കത്തിന് അനുവദിച്ചു. ജൂലൈ 7 വാഴ്ത്തപ്പെട്ട പീറ്റർ തൊറോട്ടിൻ്റെ തിരുനാൾ. പപ്പുവ ന്യൂഗിനിയയിലും ഓസ്ട്രേലിയയിലും വാഴ്ത്തപ്പെട്ട പീറ്റർ തൊറോട്ടിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളുണ്ട്. ദൈവഹിതമാണെങ്കിൽ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ താമസിയാതെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഫ്രാൻസിസ് പാപ്പ സെപ്റ്റംബർ 6 മുതൽ പപ്പുവ ന്യൂഗിനി സന്ദർശിക്കുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട പീറ്ററിൻ്റെ കുടീരവും അദ്ദേഹം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.